എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? പല തരത്തിലുള്ള വാക്കുകൾ ചേർന്നാണ് ഭാഷ ഉണ്ടായിരിക്കുന്നത്. ഈ വിവിധ വാക്കുകളെ ഒന്നിച്ച് ചേർത്ത് നാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് ലാംഗ്വേജ്. ഏതൊക്കെയാണ് പാർട്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാൻ ഈ വീഡിയോ സഹായിക്കും. ഡെഫിനിഷൻ ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് അറിയാൻ ഈ വീഡിയോ സഹായിക്കും. The different types of English words are as follows: noun, pronoun, adjective, verb, adverb, preposition, conjunction, interjection, etc. എന്താണ് noun? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. Noun is the name of a person, place or thing. ഈ ലോകത്തിൽ, മൊത്തം ബ്രഹ്മാണ്ടത്തിൽ പലതരത്തിലുള്ള വസ്തുക്കൾ, സ്ഥലങ്ങൾ, ജീവജന്തുക്കൾ ഉണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടായിരിക്കാം. ഇവയൊക്കെ വേർതിരിച്ചു മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന വാക്കാണ് നൗൺ. അടുത്തതായി, എന്താണ് പ്രൊനൗൺ? പേര് അല്ല എങ്കിലും പേര് പോലെ ഉപയോഗിച്ചു വരുന്ന നൗണിനു പകരമായി നൗണിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചു വരുന്ന വാക്കാണ് പ്രൊനൗൺ. വസ്തുക്കൾക്ക്, സ്ഥലങ്ങൾക്ക്, ജീവജന്തുക്കൾക്കൊക്കെയും വേണ്ടി ഉപയോഗിച്ചു വരുന്നു. ഒരു സ്ഥലത്തിനോ വ്യക്തിക്കോ വസ്തുവിനോ ഒക്കെ വേണ്ടി ഒരേ വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ബോറടിപ്പിക്കുകയോ ഭാഷയുടെ അലങ്കാരം കുറയ്ക്കുകയോ ചെയ്യാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്ക് പ്രൊനൗൺ. ഒരു വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് ആവർത്തന വിരസത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഒരേ വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ അതത്ര രസമല്ല. ആ രീതിക്ക് ആവർത്തന വിരസത എന്ന് പറയുന്നു. അതൊഴിവാക്കുവാൻ നൗണിനു പകരമായി പ്രൊനൗൺ ഉപയോഗിച്ചു വരുന്നു. തിങ്സ്, പ്ലേസ്, ലിവിങ് തിങ്സ്, ഇവയ്ക്കൊക്കെയും വേണ്ടി നൗണിന് പകരമായി പ്രൊനൗൺ ഉപയോഗിക്കുന്നു. ചില പ്രൊനൗൺസ് ജീവജാലങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുമ്പോൾ മറ്റ് ചിലവ വസ്തുക്കൾക്ക് വേണ്ടിയാണ്. ജീവജാലങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്ന പ്രൊനൗൺസ് പേഴ്സണൽ പ്രൊനൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗ്രാമറിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ വെറും മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്ക് കൂടിയും വേണ്ടിയാണ്. പേഴ്സണൽ പ്രൊനൗൺസായി ഉപയോഗിക്കുന്ന പ്രൊനൗൺസാണ് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവ. അപ്പോൾ പേഴ്സൺ എന്ന വേർഡ് ഗ്രാമറിൽ പേഴ്സൺ ഈക്വൽ ടു ഓൾ ടൈപ്സ് ഓഫ് ലിവിങ് തിങ്സ്. ഇനിയും എന്താണ് അഡ്ജക്റ്റീവ്? അപ്പോൾ ബ്രഹ്മാണ്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ, ജീവജാലങ്ങൾ ഇവയുടെയൊക്കെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ച്, രൂപത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് തരുന്ന വാക്കാണ് അഡ്ജക്റ്റീവ്. ക്വാളിറ്റിയെക്കുറിച്ച്, നേച്ചറിനെക്കുറിച്ച് ഓർ ഫിഗറിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വാക്ക് സഹായിക്കുന്നു. വ്യക്തിയുടെ, വസ്തുവിൻ്റെ, സ്ഥലത്തിൻ്റെ ഒക്കെ രൂപമോ ഗുണമോ സ്വഭാവമോ ഒക്കെ മനസ്സിലാക്കുവാൻ അഡ്ജക്റ്റീവ് നൗണിനോട് കൂടെ ഉപയോഗിച്ചു വരുന്നു.